ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, വലിയ ഉള്ളി. നന്നായിട്ടുണ്ട്, ഒരു കുറവുമില്ല, അതിനേക്കാൾ ടേസ്റ്റ് ഇതില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ ഓഫ്. ഞാൻ അബു. അപ്പം നമ്മളിന്ന് 1/2 കിലോ വലുപ്പമുള്ള മീനിൻ്റെ മുട്ടനെ ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ മീനിൻ്റെ മുട്ട ഉപ്പും മുളകും ചേർത്തിട്ട് ഒന്നില്ലെങ്കിൽ പൊരിച്ചെടുക്കും, അല്ലെങ്കിൽ കറിയിലിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് മീനിൻ്റെ മുട്ട കൊണ്ട് കിടിലൻ ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം. നമ്മൾ ഏകദേശം 2 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി. അതിനെ നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. കാരണം എന്തായാലും നമ്മൾ ഓംലെറ്റ് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നല്ലോണം കുനുകുനാന്ന് മുറിച്ചെടുക്കുക. അരിഞ്ഞു വെച്ച പച്ചമുളക് നമുക്ക് ഇലയിലേക്ക് മാറ്റാം. അടുത്ത് 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി നല്ലപോലെ കുനുകുനാന്ന് ചെറുതായിട്ട്, നമ്മളെല്ലാതും കുനുകുനാന്ന് ചെറിയതായിട്ടാണ് അരിഞ്ഞെടുക്കാൻ പോകണം. ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഇതിങ്ങനെ വളരെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോഴേ ആ ഇഞ്ചി കടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അടുത്ത് കുറച്ച് നാടൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതിങ്ങനെ കത്തി വെച്ച് ചതച്ചെടുക്കുക. ഇങ്ങനെ 1-2 ഇങ്ങനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ചതയ്ക്കുക. ചതച്ച ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യാനാണ് പ്ലാൻ. വെളുത്തുള്ളി നമുക്ക് ഇലയിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് കറിവേപ്പില വേണം നമുക്ക്. ഏകദേശം ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിനെയും നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാൻ പോകണം. അപ്പോൾ അരിഞ്ഞു വെച്ച കറിവേപ്പില നമുക്ക് ഇലയിൽ മാറ്റാം. അപ്പോൾ നമ്മുടെ മെയിൻ സാധനമായ മീനിൻ്റെ മുട്ട നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് എഗ്ഗിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 1/2 കിലോ മീൻ മുട്ട, 4 കോഴിമുട്ട, അരിഞ്ഞു വെച്ച കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പട്ടഗ്രാമ്പ് പൊടിച്ചത് കുറച്ച്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, നമ്മുടെ പച്ചമുളക് ഒരു 4 അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി വളരെ കുറച്ച് അരിഞ്ഞത്, പിന്നെ ഇത് നമ്മുടെ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫിഷ് എഗ് ഓംലെറ്റ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച വലിയുള്ളി ഫുള്ളായിട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച കറിവേപ്പില, പിന്നെ നമ്മുടെ ആ മസാല ഇൻഗ്രീഡിയൻസ് പൊടികളെല്ലാം കൂടെ ഒന്നായിട്ട് കൊട്ടി കൊടുക്കുക. അടുത്ത് നമുക്ക് മുട്ട ഉടച്ച് വയ്ക്കാം. മുട്ട മതിയായില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് മൊത്തം ഒരു 6 മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫിഷ് എഗ്ഗിനെ നമ്മുടെ മുട്ടനെയും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അടുപ്പ് കൊളുത്താം. നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. കർപ്പൂരമൊന്നും ഈ സമയത്ത് വർക്കാവില്ല. അത് നമുക്ക് ചട്ടി വെച്ച് ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫിഷ് എഗ് ഓംലെറ്റ് സെറ്റപ്പ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തി വിടാം. നമ്മുടെ സാധാരണ മുട്ട ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലാണ്. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഫിഷിൻ്റെ സ്മെല്ലും മുട്ടയൊക്കെ ഇതായിട്ട് ഒരു വ്യത്യാസമായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നണു. അവിടെ മുട്ടൻ്റെ ആ പൊരു എന്നുള്ള ഇത് കാണുന്നുണ്ടോ? ഫിഷിൻ്റെ മുട്ടൻ്റെ ഇതാ ഈ ഭാഗത്ത്. എന്തായാലും ഒരു വ്യത്യാസതരമായിട്ടുള്ളൊരു ഓംലെറ്റാണ് നിങ്ങൾക്കിന്ന് കാഴ്ചവെക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം.
അടിപൊളി ഇതാ. അപ്പോൾ നമ്മൾ അവസാനം 3 ഓംലേറ്റ് ഉണ്ടാക്കുള്ളൂ. അവസാനത്തെ വലിയൊരു ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭീമൻ ഓംലേറ്റ് കുറച്ച് പണിയാണ് മറിച്ചിടണമെങ്കിൽ, കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് 2ആയി കട്ട് ചെയ്തിട്ട് മറിക്കാം, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ മൊത്തത്തിൽ പൊടിഞ്ഞ് രൂപമില്ലാണ്ടാവും. പൊളി. അപ്പോൾ നമ്മുടെ വലിയ ഓംലേറ്റും നമുക്ക് പതുക്കെ ഇങ്ങനെ മാറ്റാം. അടുത്ത പീസ്. പൊളി. അപ്പോൾ നമ്മുടെ 1/2 കിലോൻ്റെ ഫിഷ് എഗ് ഓംലേറ്റ് കിടുവായിട്ടുണ്ട്. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവിടെ ഒരു അമ്മ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മൻ്റെ കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ചോദിക്കാം. മീനിൻ്റെ മുട്ട കൊണ്ട് നമ്മൾ ഓംലെറ്റ് ഇട്ടിട്ടുണ്ട്, മുട്ടയൊക്കെ ചേർത്തിട്ട്. അമ്മ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുക. ഈ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് അതിൽ എന്തൊക്കെ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ അതിൽ എങ്ങനെയുണ്ടെന്ന് മാത്രം ഒന്ന് ഫോട്ടോ കൊടുക്കണം. അത്ര തന്നെ കഴിക്കാതാ എടി. മീനിൻ്റെ മുട്ട, പിന്നെ നമ്മൾ സാധാ കോഴിമുട്ടയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നമ്മുടെ ഉള്ളി അതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മളെപ്പോഴും മുട്ട വന്നിട്ട് പൊരിക്കല്ലേ ചെയ്യുക അല്ലേ? മീനിൻ്റെ മുട്ട ഓംലേറ്റ് ഇതുവരെ ആരും ഇട്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് വയസ്സ് എത്ര ഇപ്പോൾ ഏകദേശം? എനിക്ക് 63. 63 വയസ്സിൽ ആദ്യമായിട്ടല്ലോ മീൻ മുട്ട കൊണ്ടിട്ട് ഓംലേറ്റ് കഴിക്കണേ. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ടേസ്റ്റിന്? ഒന്നുമില്ല, ഒരു കുറവുമില്ല. സാധാരണ മുട്ട കഴിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ മീൻ മുട്ട പൊരിച്ച് കഴിക്കില്ല, അതിനേക്കാൾ നന്നായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? മീൻ മുട്ട നമ്മൾ പൊരിച്ച് കഴിച്ചിട്ടില്ല, പക്ഷെ ചാറ്റിലിട്ട് കഴിക്കില്ലെങ്കിൽ നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പൊരിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ടേസ്റ്റ് ഇതിലുണ്ട്. അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. ശരിയാണപ്പാ. അങ്ങനെ ഫോട്ടോ കൊടുത്തു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷ് എഗ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അവർക്ക് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീനിൻ്റെ മുട്ട ഉണ്ട് ഒരു ഓംലേറ്റ് അവരും കഴിച്ചിട്ടുള്ളത്. നമ്മളും ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കഴിക്കുന്നത്. നമ്മളിപ്പോൾ കഴിച്ചിട്ട് നമ്മുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മളൊരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ക. ഉപ്പ് മുളക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തെന്താ പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ വേറെ ലെവൽ. അതിനോടൊപ്പം കറുവേപ്പിലയും കൂടി ചേർന്നിട്ടാണ് കിടുവായിട്ടുണ്ട് ടേസ്റ്റ്. പിന്നെ ഇതിലിപ്പോൾ എന്താ വ്യത്യാസം ഒരു കാര്യം കൂടെ കഴിച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. യെസ്, നമ്മുടെ കോഴിമുട്ടൻ്റെ ഫ്ലേവറും നമ്മുടെ മീനിൻ്റെ മുട്ടൻ്റെയും കൂടി ആ ഒരു കോമ്പിനേഷൻ്റെ അതിൻ്റെ ഒപ്പം നമ്മുടെ അറുത്ത് വെച്ച ഉള്ളിയില്ലേ അതൊന്നും കൂടെ മൊരിഞ്ഞിട്ടുണ്ട്. ആ മൊരിഞ്ഞിട്ടും ഈ 3 കോമ്പിനേഷനും കൂടിയിട്ട് ആ ഒരു ഫ്ലേവർ അത് കിടിലനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അമ്മാതിരി കിടിലൻ ഐറ്റമായിട്ടുണ്ട്. ഞാൻ കരുതും യൂട്യൂബിൽ തന്നെ ഫിഷ് എഗ് ഓംലേറ്റ് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സാധനം കിടുവായിട്ടുണ്ട്. ചാൻസ് ഇല്ല ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മീൻ മുട്ട വന്നിട്ടും ഒന്നില്ലെങ്കിൽ ഉപ്പും മുളകും ഇട്ട് കഴിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മുടെ കറിയിലിട്ട് കഴിക്കും. ഓംലേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. സത്യത്തിൽ മുട്ട നമ്മൾ ചേർത്ത എല്ലാ ചേരുവകളും എല്ലാം കൂടെ ചേർന്നിട്ട് കിടിലനായിട്ട് ഒരു ഒന്നാം തരം ഫിഷ് എഗ് ഓംലേറ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ അമ്മ എന്നെ പറഞ്ഞു മീൻ മുട്ട കൊണ്ടുള്ള ഓംലേറ്റ് അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു എന്താ പറയുക ടേസ്റ്റർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നാ തോന്നുന്നു. കാരണം അവർ പ്രായം ഒരുപാടായതാണ്, അവർക്കറിയാം എങ്ങനെയുണ്ട് ടേസ്റ്റുകളെന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫിഷ് എഗ് ഓംലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ കിടിലൻ വെറൈറ്റി വീഡിയോ ലഭിക്കാനായിട്ട്
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.